Hi, my dear students. Hope you are all well. Now, we are going to discuss an important grammar topic in your first unit, that is conditional sentences. It is described on the page number 33 of your textbook. Conditional sentences have got a lot of variations, and we will not discuss those things here. For your exam, you need to concentrate on the basic forms only. On page number 33, 34 and 35, a very good passage is given for practice. If you do it well, carefully, understanding the meaning, I think you will be able to use conditionals in the proper way. In English, there are three types of conditional sentences. A conditional sentence will have two clauses, that is main clause and if clause, which is the subordinate clause. It doesn't matter which of these two clauses come first. Main clause means that is an independent clause. It is also called independent clause. And subordinate clause means it will not have a meaning of, or it will not have a complete meaning, and it will get a complete meaning only when it is used along with the main clause. അതായത് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഒരു കാര്യം അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ രീതിയിൽ അതാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻ ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പം അതിന് അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അത് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, that is if clause or subordinate clause, and if you use only that sentence, that clause, the meaning is not complete. ഇത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ മീനിങ് കംപ്ലീറ്റ് അല്ല. അതായത് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പണിയെടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പറയുന്നില്ല. ബാക്കി വരുന്ന യു വിൽ സക്സീഡ്. യു വിൽ സക്സീഡ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. അതിന് അർത്ഥം, അതിൻ്റെതായ ഫുൾ മീനിങ് അതിനുണ്ട്, കംപ്ലീറ്റ് മീനിങ് അതിലുണ്ട്. യു വിൽ സക്സീഡ്, നിങ്ങൾ വിജയിക്കും. പക്ഷേ ആദ്യം പറഞ്ഞ ഈഫ് ക്ലോസിന് കംപ്ലീറ്റ് മീനിങ് ഇല്ല. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ്: type 1, type 2 and type 3. I don't want to explain the pattern or form of the conditional sentences. It is shown in the table. So the first conditional, its meaning is present or future. The second also, the meaning is present or future. And the third conditional meaning is past. The conditional type 1, it is possible. It is called possible condition. അതായത് സാധ്യമാണ്, അത് നടക്കാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. യു ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പണിയെടുത്താൽ നിങ്ങൾ വിജയിക്കും, പണിയെടുത്തില്ലെങ്കിൽ വിജയിക്കില്ല. അത് ക്വൈറ്റ് പോസിബിളാണ്, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷണലാണ്. ആൻഡ് ഇറ്റ്സ് ഫോം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഇൻ ദി എക്സാം. Then second conditional, it is called improbable. That is, it is difficult to happen. If I worked with confidence, I would succeed. If I knew her name, I would tell you. And I have already told you the second conditional refers to the present or future. Second, അതായത് എനിക്കവരുടെ പേര് അറിയില്ല, അറിയുമെങ്കിൽ നിനക്ക്
പറഞ്ഞു തരും. അത് കണ്ടീഷണൽ ടൈപ്പ് 1-ലാകുമ്പം ഇഫ് ഐ നോ ഹർ നെയിം ഐ വിൽ ടെൽ യു, എനിക്കറിയുമെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തേതിൽ അറിയും, അതായത് അറിയാം, അറിഞ്ഞേക്കാം എന്നുള്ളൊരു ധ്വനിയുണ്ട്. ഇതിൽ അങ്ങനെയല്ല, എനിക്കറിയില്ല, അറിയാൻ സാധ്യതയില്ല, അറിയാനുള്ള വകുപ്പില്ല, പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ഈ സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെ സാധാരണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല. അതിന് മലയാളത്തിൽ ഡയറക്റ്റ് ഇക്വലൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ആൻഡ് അബൌട്ട് ദി തേർഡ് കണ്ടീഷണൽ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ പാസ്റ്റ്. You look at the example, if you had gone there, you could have met him. If I had worked with confidence, I would have succeeded. നീ അവിടെ പോയിരുന്നെങ്കിൽ നിനക്ക് അവനെ കാണാമായിരുന്നു. ഞാൻ ആത്മവിശ്വാസത്തോടെ പണിയെടുത്തിരുന്നെങ്കിൽ എനിക്ക് വിജയിക്കാമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനെയാണ് തേർഡ് കണ്ടീഷണൽ സൂചിപ്പിക്കുന്നത്. ആൻഡ് ദർ വിൽ ബി സ്ലൈറ്റ് change in the meaning according to the use of the auxiliary verb. For example, when could is used, the meaning will be different from that of might. And the third conditional is quite common in Malayalam. And now just have a brief look at the form of the conditional sentences. The first conditional, its if clause is if plus simple present tense. If you work with confidence, then if you get there before 8, it is simple present. And the main clause is in simple future. And in the type 2 conditional, in the if clause, it is simple past. If I worked with confidence, if I knew her name. And in the main clause, it is called conditional tense. That is, would, should, could, might, etc. And in the third conditional, the if clause is in past perfect. And the verb of the main clause is called perfect conditional. In order to memorize it easily, you should think like this. That is, in type 1, if clause of the type 1 it is if plus simple present. In type 2, if plus past tense. In type 3, if plus past perfect. And in the main clause, type 1, it is simple future. And type 2, it is present or future conditional. And in the type 3, it is perfect conditional. അതായത് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുക. ഈഫ് ക്ലോസ് ആ ടേബിളിൽ നോക്കിയാൽ മതി. ഈഫ് ക്ലോസിൽ ഫസ്റ്റ് കണ്ടീഷണൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഈഫ് ക്ലോസിൽ വരുന്നത് ഈഫ് പ്ലസ് പ്രസൻ്റ് ആണ്. സെക്കൻഡ് കണ്ടീഷനിൽ ഈഫ് പ്ലസ് പാസ്റ്റ് ആണ്. തേർഡിൽ ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ രീതിയിൽ ഓർമ്മിക്കുക. അതുപോലെ മെയിൻ ക്ലോസിൻ്റെത് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഓർമ്മിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആൻഡ് ഇറ്റ്സ് മീനിങ്, ഇൻ ഓർഡർ ടു മേക്ക് ദ മീനിങ് or usage of these three conditionals very easy, I will tell you an example. That is, you are conducting a party and there is your neighbor with whom you are not in good terms, but your friend tells you like this. In conditional type 1, he says, if you invite him, he will surely attend the wedding. When he says this in the type 1, he does not think that you are very stubborn about not inviting him to the party.
That is why he uses type 1. Suppose your friend knows that you are not going to invite him and you don't want any compromise with him. Then he will be using type 2 and telling you if you invited him, he would surely attend the wedding. And the wedding or the party is already over, and afterwards your friend tells you that, like this he will be telling, third conditional, that is, if you had invited him, he would surely have attended the wedding. അതായത് ഇതിൻ്റെ യൂസ് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. യു ഹാവ് എ നൈബർ, നിങ്ങൾക്കൊരു അയൽക്കാരനുണ്ട്, അയാളുമായിട്ട് നിങ്ങൾ നല്ല ടേംസിലല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം അല്ലെങ്കിൽ ഒരു പാർട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ്, നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം വരും, അക്കാര്യം എനിക്ക് അറിയാം. If you invite him, he will surely attend the wedding. That is type 1. അത് പോസിബിളാണ്. ദെൻ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ ഉദ്ദേശമേ ഇല്ല എന്ന് നിങ്ങളുടെ ഫ്രണ്ടിന് അറിയാം എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഇംപ്രോബിളാണ്. പക്ഷെ തീരെ ഇമ്പോസിബിളല്ല, അത് ഇംപ്രോബിളാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ടൈപ്പ് 2 ആയിരിക്കും ഉപയോഗിക്കുന്നത്. If you invited him, he would surely attend the wedding. And the wedding is over and you did not invite him. In that condition, afterwards, അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല, നിങ്ങളുടെ പരിപാടിയുടെ അവലോകനമൊക്കെ നടത്തുകയാണ് നിങ്ങൾ ഇതേ ഫ്രണ്ടുമായിട്ട്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഉപയോഗിക്കുന്നത് ടൈപ്പ് 3 ആണ്, കണ്ടീഷണൽ ടൈപ്പ് 3. If you had invited him, he would surely have attended the wedding. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം വരുമായിരുന്നു. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇനി അത് പറ്റില്ല. ഒരു ബാക്ക്വേർഡ് ജേണി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തതാണല്ലോ. അതിനെ ഇനി പിന്നെ എന്തെങ്കിലും പരിഹാരം കാണേണ്ടി വരും. ദാറ്റ് ഈസ് കണ്ടീഷണൽ ടൈപ്പ് 3. ഓക്കെ. സോ ബിഫോർ ലേണിംഗ് ദി conditional type sentences, you have to learn the tenses. That is important, especially simple present, simple past and past perfect. And you should also know the auxiliary verbs. And it's very important that you remember this table. And you will be surely getting questions on this for your exam. And it is very good that if you do the exercises given in the text.